Today also we can discuss some problems in probability. So we can read the question. Urn 1 contains 2 red and 3 white balls, and urn 2 contains 4 red and 7 white balls. So 2 urns are there. Urn 1-ൽ 2 red balls-ഉം 3 white balls-ഉം ഉണ്ട്. അതുപോലെ urn 2-ൽ 4 red balls and 7 white balls ഉണ്ട്. Okay, so 2 balls are drawn at random from urn 1 and transferred to urn 2. So urn 1-ലെ 2 balls എടുത്തിട്ട് അതിനെ urn 2-ലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അതുപോലെ urn 2-ന്ന് 3 balls ഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, so what is the probability that among 3 balls 2 are red and 1 is white? So നമ്മൾ ഏൺ 1-ലുള്ള 2 balls ഏൺ 2-ലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശേഷം ഏൺ 2-ന്ന് 3 balls ഡ്രോ ചെയ്യുന്നുണ്ട്. ആ 3 balls-ൽ 2 റെഡ് balls-ഉം 1 വൈറ്റ് ബോളും എടുക്കാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആദ്യം ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇവൻറ്റ്സിനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ വി ഡിഫൈൻ B1 ആസ് ദ ഇവൻറ്റ് ഓഫ് ടേക്കിംഗ് 2 വൈറ്റ് balls which are transferring from urn 1 to urn 2. അപ്പോൾ നമ്മൾ urn 1-ന്ന് 2 balls എടുത്തിട്ട് urn 2-ലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബോൾസ് urn 1-ൽ റെഡ് ബോൾസും വൈറ്റ് ബോൾസും ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് 2 എണ്ണം എടുക്കുക എന്ന് പറഞ്ഞാൽ 2ഉം റെഡ് ആവാം, 2ഉം വൈറ്റ് ആവാം, അല്ലെങ്കിൽ 1 വൈറ്റ് 1 റെഡ്. ഓക്കെ, ഈ 3 കേസസാണ് വരിക. സോ B1 എന്ന് പറയുന്നത് 2ഉം വൈറ്റ് ബോൾസ് ആവാനുള്ള ഇവൻറ്റ്. B2 എന്ന് പറയുന്നത് 2 റെഡ് ബോൾസ്. B3 എന്ന് പറയുന്നത് 1 റെഡും 1 വൈറ്റ് ബോൾസും ആവാനുള്ള ഇവൻറ്റ്. ഓക്കെ, സോ ഇതാണ് ഈ B1, B2, B3 എന്ന് പറയുന്ന ഇവൻറ്റ്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട ഇവൻറ്റ് എന്താണ്? ഏൺ 2-ന്ന് എടുക്കുന്ന 3 balls-ൽ 2 റെഡും 1 വൈറ്റും വരാനുള്ള. ഓക്കെ, അപ്പം അതിനെ A എന്ന് ഡിഫൈൻ ചെയ്തു. 1 വൈറ്റ് ആൻഡ് 2 റെഡ് balls ആർ ഡ്രോൺ ഫ്രം ഏൺ 2 ആഫ്റ്റർ ട്രാൻസ്ഫറിങ് 2 balls ഫ്രം ഏൺ 1 to 2. ഓക്കെ, അപ്പം ആദ്യം 2 balls-നെ എടുത്ത് ഏൺ 2-ലോട്ട് ഇടുന്നുണ്ട് 1-ന്ന് എടുത്തിട്ട്. അതിൻ്റെ ശേഷം 3 balls ഡ്രോ ചെയ്യുമ്പം അതിൽ 1 വൈറ്റും 2 റെഡും ആവുന്ന ഇവൻ്റാണ് A എന്ന് പറയുന്ന ഇവൻറ്റ്. ഓക്കെ, സോ നമുക്കിവിടെ ഫൈൻഡ് ചെയ്യാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് A ആണ്. So we have defined B1, B2 and B3 events. So probability of B1 എന്ന് പറയുന്നത് ഏൺ 1-ന്ന് എടുക്കുന്ന 2 ബോൾസും വൈറ്റ് ബോൾസ് ആവാനും. സോ ഏൺ 1-ൽ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 2 റെഡും 3 വൈറ്റും. ദാറ്റ് മീൻസ് 5 balls ഉണ്ട്. അതിൽ നിന്ന് 2 എണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ കേസ് എത്രയാണ്? 5C2. ഓക്കെ, 5 balls-ന് 2 balls എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 5C2 ആണ്. ഓക്കെ, ഇനി അതിന്ന് B1 എന്ന് പറയുന്നത് എന്താണ്? 2 വൈറ്റ് ബോൾസ്. സോ വൈറ്റ് ബോൾസ് ടോട്ടൽ 3 ഉണ്ട്. അതിന്ന് 2 എടുക്കുക. സോ ദാറ്റ് ഇസ് 3C2 by 5C2. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് B2 എന്ന് പറയുന്നത് 2 റെഡ് ബോൾസ്. അപ്പം ടോട്ടൽ 2 റെഡ് ബോൾസ് തന്നെയാണ് ഉള്ളത്. സോ 2C2 by 5C2. ഓക്കെ, ടോട്ടൽ കേസ് B1, B2, B3-ൻ്റെ കേസിൽ സെയിം ആ വരിക. കാരണം ഏൺ 1-ൽ 5 balls ഉള്ളത്, അതിന് 2 balls എടുക്കുന്നത്. അപ്പോൾ ഈ B1, B2, B3-ൻ്റെ ടോട്ടൽ കേസ് എന്ന് പറയുന്നത് 5C2 ആണ്. ഓക്കെ, ഇനി B3 എന്ന് പറയുന്നത് 1 വൈറ്റും 1 റെഡും. സോ റെഡ് ബോൾസ് 2 റെഡ് ബോൾസ് ആണുള്ളത്. സോ 2C1. 3 വൈറ്റ് ബോൾസ് ഉണ്ട്, അതൊന്ന് ഒന്നെടുക്കുക എന്ന് പറഞ്ഞാൽ 3C1. സോ 2C1 into 3C1 divided by 5C2. ഓക്കെ, ഇനി നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാണ്. കാരണം B1 ആണ് ഒക്കർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് A. B2 ആണ് ഒക്കർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A. B3 ഒക്കർ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് A. അത് മൂന്നുമാണ് നെക്സ്റ്റ് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. സോ പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B. സോ നമുക്കിതിൽ ഫസ്റ്റ് ടോട്ടൽ കേസ് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് നോക്കാം. ഏൺ 2-ലോട്ട് നമ്മൾ ഏൺ 2-ൽ എത്ര ബോൾസ് ഉണ്ട്? 4 + 7 balls ഉണ്ട്. അതും പിന്നെ നമ്മൾ ഇത് ഏൺ 1-ന്ന് 2 balls-ഉം കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 + 7 + 2 ദാറ്റ് ഈസ് 13 balls ഉണ്ട്. ആ 13 balls-ന്ന് നമ്മൾ 3 balls ആണ് ഡ്രോ ചെയ്യുന്നത്. സോ ടോട്ടൽ കേസ് എന്ന് പറയുന്നത് ഈ 3 കേസിലും 13C3 ആണ് വരിക. ഇനി
സോ ടോട്ടൽ കേസ് നമ്മൾ എഴുതി. ഇനി ഇതിൽ ഫേവറബിൾ കേസ്, ഓക്കെ, B1 ആണ് ഒക്കർ ചെയ്യുന്നത്. B1 എന്ന് പറയുന്നത് 2 വൈറ്റ് ബോൾസ് ആണ് നമ്മൾ ഏൺ 2 ട്രാൻസ്ഫർ ചെയ്തതെന്നുണ്ടെങ്കിൽ ഫേവറബിൾ കേസ് എത്ര വരും എന്ന്. സോ ഓൾറെഡി അതിൽ എത്ര വൈറ്റ് ബോൾസ് ഉണ്ട്? 7 വൈറ്റ് ബോൾസ് ഉണ്ട്, 4 റെഡ് ബോൾസും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 7 ബോൾസിലോട്ട് B1 ഒക്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 വൈറ്റ് ബോൾസും കൂടി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 9 വൈറ്റ് ബോൾസ് ഏൺ 2-ൽ ഉണ്ടാവും. 9 വൈറ്റ് ബോൾസും 4 റെഡ് ബോൾസും ഉണ്ട്. അതൊന്ന് 1 വൈറ്റ് ബോളും 2 റെഡ് ബോൾസും വരാനുള്ള അതാണ് ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 4 റെഡ് ബോൾസിന്ന് 2 റെഡ് ബോൾസ്, ദാറ്റ് ഈസ് 4C2 ഇൻറ്റു, ഇനി 7 വൈറ്റ് ബോൾസ് ഓൾറെഡി ഉണ്ട്, 2 വൈറ്റ് ബോൾസും കൂടി ഇടുമ്പോൾ 9 വൈറ്റ് ബോൾസ് ഉണ്ട്. ആ 9ൽ നിന്ന് 1 വൈറ്റ് ബോളാണ് നമുക്ക് വേണ്ടത്. സോ 9C1 ഡിവൈഡഡ് ബൈ ടോട്ടൽ കേസ്, ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് A given B1. ഓക്കെ, അതുപോലെ ഇനി B2ൻ്റെ കേസിൽ ടോട്ടൽ കേസ് സെയിം തന്നെയാണ് വരിക. ഫേവറബിൾ കേസ് എന്തായിരിക്കും? 2 റെഡ് ബോൾസ് ഇടുന്നതാണ് B2 എന്ന് പറയുന്നത്. സോ ടോട്ടൽ റെഡ് ബോൾസ് 6 റെഡ് ബോൾ ഉണ്ടാവും. അതിന്ന് നമ്മൾ 2 റെഡ് ബോൾസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 6C2 ഇൻറ്റു 7C1. ഓക്കെ, 7 വൈറ്റ് ബോൾസ് തന്നെയാണ് B2ൻ്റെ കേസിൽ ഉണ്ടാവുക. സോ അതൊന്ന് ഒരു വൈറ്റ് ബോൾ എടുക്കുക എന്ന് പറയുമ്പോൾ 7C1. ഓക്കെ, ഇനി B3 ആണ് ഒക്കർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ബോൾസ് ഏൺ 1 നിന്ന് ഏൺ 2-ലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പം ഒരു വൈറ്റും ഒരു റെഡും വരുന്ന കേസാണ് B3 എന്ന് പറയുന്നത്. ഓക്കെ, 1 റെഡ് ആൻഡ് 1 വൈറ്റ് ബോൾസ്. അപ്പോൾ ഇവിടെ ഇപ്പം 5 റെഡ് ബോൾസും ഉണ്ടാവും, 8 വൈറ്റ് ബോൾസും ഉണ്ടാവും. ഓക്കെ, സോ 5C2 ഇൻറ്റു 8C1 ഡിവൈഡഡ് ബൈ 13C3. So the question is to find probability of getting 2 red and 1 white balls from earn 2. Okay, so earn 2-ൽ നിന്ന് നമ്മൾ 3 ബോൾസ് ഡ്രോ ചെയ്യുന്നതിൽ 2 റെഡും 1 വൈറ്റ് ബോളും വരാനുള്ള പ്രോബിലിറ്റിയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഈ 3 ഇവൻറ്റ്സും കൺസിഡർ ചെയ്യണം. B1, B2, B3യും കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് സർട്ടൺ ആയിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ 3 കേസസും കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B1 പ്ലസ് probability of A intersection B2 plus probability of A intersection B3. Okay, so A intersection B1 ൻ്റെ probability നമ്മൾ condition probability ൻ്റെ ടേംസിൽ എഴുതുമ്പോൾ probability of B1 into probability of A given B1 plus probability of B2 into probability of A given B2 plus probability of B3 into probability of A given B3. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് B1, B2, B3 ഒക്കെ നമ്മളിവിടെ ഫൈൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ A given B1, A given B2, A given B3ൻ്റെയും പ്രോബിലിറ്റീസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി റിക്വയർഡ് പ്രോബബിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോക്സ് കണ്ടെയ്ൻ 5 റെഡ് ബോൾസ് ആൻഡ് 6 വൈറ്റ് ബോൾസ്. 2 drawings of 2 balls are made. Find the probability that 2 balls drawn first are red and 2 balls drawn second are white. If balls drawn in the first row are replaced before the second row and if the balls are not replaced before the second row. Okay, a box contains 5 red balls and 6 white balls. Okay, 5 red balls ഉം 6 white balls ഉം ഉണ്ട്. 2 balls വീതം 2 ടൈമിലായിട്ട് ഡ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ടൈമിലായിട്ട് 2 ബോൾസ് വീതം ഡ്രോ ചെയ്യുന്നുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ആ 2 ബോൾസ് ഫസ്റ്റ് ഡ്രോ ചെയ്യുന്ന 2 ബോൾസ് റെഡ് ആവാനും സെക്കൻഡ് ഡ്രോ ചെയ്യുന്ന 2 ബോൾസ് വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അതിൽ 2 കണ്ടീഷൻസും കൂടെ നോക്കണം. അതിൽ A കണ്ടീഷൻ എന്ന് പറയുന്നത് ആദ്യം 2 എണ്ണം ഡ്രോ ചെയ്യുന്നുണ്ട് അല്ലേ, അത് വീണ്ടും അതിലോട്ട് തന്നെ റീപ്ലേസ് ചെയ്തിട്ട് സെക്കൻഡ് റോ എടുക്കുന്നത്. ഓക്കെ, സെക്കൻഡ് B കേസ് എന്ന് പറയുന്നത് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്, അതായത് ഫസ്റ്റ് നമ്മൾ 2 ബോൾസ് എടുക്കുന്നുണ്ട്, അതിനെ പിന്നെ ആ ബോക്സിലോട്ട് ഇടുന്നില്ല. ഓക്കെ, സോ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അപ്പം സെക്കൻഡ് കേസിൽ ടോട്ടൽ കേസൊക്കെ ചേഞ്ച് വരും. ഓക്കെ, സോ we can move on to the solution part. So first ഡ്രോ ചെയ്യുമ്പം 2 റെഡ് ബോൾസ് ആവാനുള്ള
പ്രോബബിലിറ്റിയാണ് നമ്മൾ ഫസ്റ്റ് ഡ്രോയെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 റെഡ് ബോൾസ് ഇൻ ഫസ്റ്റ് ഡ്രോ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 5 റെഡ് ബോൾസും 6 വൈറ്റ് ബോൾസും ആണ്. ഇപ്പോൾ ടോട്ടൽ 11 ബോൾസ് ഉണ്ട്. സോ ഫസ്റ്റ് ഡ്രോയിൽ നമ്മൾ 2 ബോളാണ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ 11C2 ആണ് ടോട്ടൽ കേസ്. ഓക്കെ, ഇനി ഫേവറബിൾ കേസ് എന്താണ്? ഇവിടെ 2 റെഡ് ബോൾസ് എടുക്കാനുള്ള പ്രോബബിലിറ്റിയാണ്. സോ റെഡ് ബോൾസ് ടോട്ടൽ 5 റെഡ് ബോൾസ് ആണുള്ളത്. അതിന്ന് 2 എണ്ണം എടുക്കുക എന്ന് പറഞ്ഞാൽ 5C2. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 റെഡ് ബോൾസ് ഇൻ ഫസ്റ്റ് ഡ്രോ എന്ന് പറയുന്നത് 5C2 ഡിവൈഡഡ് ബൈ 11C2. ഓക്കെ, ഇനി നമ്മൾ ഈ എടുത്തിട്ടുള്ള 2 ബോൾസിനെ ആ ബോക്സിലോട്ട് തന്നെ റീപ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പോലെ തന്നെ, അതായത് 5 റെഡ് ബോൾസും 6 വൈറ്റ് ബോൾസും തന്നെ ഉണ്ടാവും. ടോട്ടൽ 11 ബോൾസ് തന്നെ ഉണ്ടാവും റീപ്ലേസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് ഡ്രോ ചെയ്യാണ്. ആ ഡ്രോ ചെയ്യുന്നത് 2 വൈറ്റ് ബോൾസ് ആവണം. ഓക്കെ, അപ്പോൾ ഇവിടെയും ടോട്ടൽ 11 ബോൾസ് ആണ്. സോ ടോട്ടൽ കേസസ് 11C2. സോ ഹിയർ ഫേവറബിൾ കേസസ് ഗെറ്റിംഗ് 2 വൈറ്റ് ബോൾസ്. സോ ടോട്ടൽ 6 വൈറ്റ് ബോൾസ് ഉണ്ട്. അതിന്ന് 2 വൈറ്റ് ബോൾസ് എടുക്കുക. ഓക്കെ, ദാറ്റ് ഇസ് 6C2 ബൈ 11C2. സോ നമ്മളിപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് റോൻ്റെയും സെക്കൻഡ് റോൻ്റെയും പ്രോബബിലിറ്റിയാണ് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് 2 balls drawn first are red and 2 balls drawn second are white. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന പ്രോബബിലിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 red in first row and 2 white in second row if balls drawn are replaced. Okay, so that is 5C2 by 11C2 into 6C2 by 11C2, that is 6 by 121. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. സോ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിലും ഫസ്റ്റ് ഡ്രോയിൽ ചേഞ്ച് ഒന്നും വരില്ല അല്ലേ? ഫസ്റ്റ് ഡ്രോ എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് ഡ്രോയിൽ 2 റെഡ് ബോൾസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 5C2 by 11C2 തന്നെയാണ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 2 ഫസ്റ്റ് റോയിൽ എടുത്തിട്ടുള്ള ബോൾസിനെ ബോക്സിലോട്ട് ഇടുന്നില്ല. ഓക്കെ, അപ്പോൾ അവിടെ ടോട്ടൽ കേസ് എത്രയാണ്? 9 ബോൾസ് ആണ് ഉണ്ടാവുക. ആ 9 ബോൾസ് എന്നാണ് നമ്മൾ 2 ബോൾസ് ഡ്രോ ചെയ്യാൻ പോകുന്നത്. സോ ടോട്ടൽ കേസസ് 9C2. ഓക്കെ, ഇനി ഇവിടെ ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് 2 വൈറ്റ് ബോൾസ് ആണ്. സോ വൈറ്റ് ബോൾസ് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 6 വൈറ്റ് ബോൾസ് തന്നെയാണ് ഉള്ളത്. കാരണം ഫസ്റ്റ് റോയിൽ നമ്മൾ റെഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ റെഡിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാത്തത്. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. 6 വൈറ്റ് ബോൾസ് അവിടെ തന്നെ ഉണ്ട്. സോ ആ 6 വൈറ്റ് ബോൾസിൽ നിന്ന് നമ്മൾ 2 ബോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ 6C2 by 9C2. Therefore, probability of getting 2 red in first row and 2 white in second row without replacement before second row is equal to 5C2 by 11C2 into 6C2 by 9C2, that is equal to 1 by 66. Next question. An event A1 is known to be independent of A2 union A3 and A2 intersection A3. Show that it is independent of A3. A1 എന്ന് പറയുന്ന ഇവൻറ്റ് ഏതൊക്കെ ഇവൻറ്റ്സിനോട് ഇൻഡിപെൻഡൻ്റ് ആണ്? A2വിനോട്, അതുപോലെ A2 യൂണിയൻ A3നോട്, A2 ഇൻ്റർസെക്ഷൻ A3. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന കാര്യം വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. A1 A2നോട് ഇൻഡിപെൻഡൻ്റാന്ന് പറഞ്ഞാൽ A1 ഇൻ്റർസെക്ഷൻ A2നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു A2. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി A1 ഇതിനോടും ഇൻഡിപെൻഡൻ്റ് ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 യൂണിയൻ A3 അതിനെങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 യൂണിയൻ A3, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി തേർഡ് വണ്ണും കൂടി തന്നിട്ടുള്ള എന്താണ്? A1 A2 ഇൻ്റർസെക്ഷൻ A3നോടും കൂടെ ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3 is equal to probability of A1 into probability of A2 intersection A3. സോ ആ 3 കണ്ടീഷൻസ് എഴുതി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് A1 A3നോടും കൂടെ ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ്. A1 A3നോടും കൂടി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. A1 probability of A1 intersection A3 equal to probability of A1 into probability of A3 എന്ന് കിട്ടണം. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ 2ൻ്റെ LHS നോക്കാം. പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 യൂണിയൻ A3. ഓക്കെ,
അപ്പോൾ അതിനെങ്ങനെ എഴുതാൻ പറ്റും? A1 ഇൻ്റർസെക്ഷൻ A2 യൂണിയൻ A1 ഇൻ്റർസെക്ഷൻ A3. ഓക്കെ, A1 ഇൻ്റർസെക്ഷൻ A2 യൂണിയൻ A1 ഇൻ്റർസെക്ഷൻ A3. സോ ഇത് A യൂണിയൻ B ഫോമാറ്റിലാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? A യൂണിയൻ B ആണെങ്കിൽ അഡിറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പം ഇതാണ് A, ഇതാണ് B എന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A3 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3. ഓക്കെ, അപ്പോൾ അതിനെ ഇവിടെ എഴുതി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇനി ഇക്വേഷൻ 2ൻ്റെ LHSഉം ഇക്വേഷൻ 2ൻ്റെ LHSഉം ഇക്വേഷൻ 4ൻ്റെ LHSഉം സെയിം ആണ്. സോ അതിൻ്റെ RHSനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ RHSനെ ഇക്വേറ്റ് ചെയ്തതാണിത്. പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 യൂണിയൻ A3 ദാറ്റ് ഈസ് ഈക്വൽ ടു probability of A1 intersection A2 plus probability of A1 intersection A3 minus probability of A1 intersection A2 intersection A3. Because equation 4ൻ്റെയും 2ൻ്റെയും LHS സെയിം ആണ്, അതിൻ്റെ RHSനെ ഇക്വേറ്റ് ചെയ്തതാണ് ഇത്. ഓക്കെ, ഇനി ഇതിൽ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഉണ്ട് അല്ലേ? അതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1. A1 ഇൻ്റർസെക്ഷൻ A2 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2. ഓക്കെ, അപ്പം ഈ A1 ഇൻ്റർസെക്ഷൻ A2ൻ്റെ പ്ലേസിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഇക്വേഷനിൽ നോക്കുക, പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3. ഓക്കെ, അപ്പോൾ അത് നമുക്കിവിടെ ഉണ്ട്. ഇക്വേഷൻ നമ്പർ 3 ഉണ്ട്. A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3 എന്താണ്? പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 ഇൻ്റർസെക്ഷൻ A3 എന്നാണ് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഇക്വേഷൻ നമ്പർ 3. സോ നമ്മൾ ഈ ഒരു A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3ൻ്റെ പ്ലേസിൽ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അത്രയും ചെയ്തു. ഇനി നോക്കുക, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് A1 ഉണ്ട്, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് A1 ഉണ്ട്, അതുപോലെ ഇതിലും പ്രോബബിലിറ്റി ഓഫ് A1 ഉണ്ട്. സോ അതിനെ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു ദിസ് വൺ A2 യൂണിയൻ A3. ഇനി ഇതിനെ ഈ സൈഡിലോട്ട് കൊണ്ടുവരുമ്പം മൈനസ് പ്രോബബിലിറ്റി ഓഫ് A2. ഇനി ഇതിനെ LHSലോട്ട് കൊണ്ടുവരുമ്പം പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A2 ഇൻ്റർസെക്ഷൻ A3. അപ്പോൾ RHSൽ എന്ത് മാത്രമേ ഉള്ളൂ? പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A3. ഓക്കെ, ഇനി ഇതിൽ നോക്കുക, A2 യൂണിയൻ A3 എന്ന് പറഞ്ഞാൽ A2 A3 എല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണ്. അതിന്ന് A2നെ മൈനസ് ചെയ്താൽ നമുക്ക് A3 മാത്രം കിട്ടും അല്ലേ? ഇനി A3ന്ന് A3 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3 ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു A3 തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A3. Okay, so we have got probability of A1 intersection A3 is equal to probability of A1 into probability of A3. That means A1 is independent of A3. Okay. Next question. Given that probability of A greater than 0 and probability of B greater than 0, prove or disprove if probability of A equal to B, probability of B, then probability of A given B is equal to probability of B given A. And second question, if probability of A given B is equal to probability of B given A, then probability of A is equal to probability of B. Okay, so first question simple question ആണ്, direct question ആണ്. Probability of A equal to probability of B എന്ന് ആണെങ്കിൽ A given B is equal to B given A എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം probability of A equal to probability of B, ഇനി അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇക്വാലിറ്റി നമുക്ക് കീപ്പ് ചെയ്യാം അല്ലേ? LHSലും RHSലും റെസിപ്രോക്കൽ എടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ന്യൂമറേറ്ററിൽ പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ ബീനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B ബൈ പ്രോബബിലിറ്റി ഓഫ് A. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് B ഗിവൺ A ആണ് ഇത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B ആണ്. ഓക്കെ, സോ വി ഗോട്ട് പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് B ഗിവൺ A. ഇതാണ് ഇത് കേട്ടോ. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യനിലുള്ളത് അങ്ങനെ ആ ഓർഡറിൽ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് A ഗിവൺ Bയും B ഗിവൺ എൻ്റെയും പ്രോബബിലിറ്റി സെയിം ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്താണ് പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B, എന്താണ് പ്രോബബിലിറ്റി ഓഫ് B ഗിവൺ A എന്നുള്ളത് ആദ്യം എഴുതി. രണ്ട് സൈഡിലും പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B ഉണ്ട്, അതിനെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുക 1 ബൈ പ്രോബബിലിറ്റി ഓഫ് B ഈസ് ഈക്വൽ ടു 1 ബൈ പ്രോബബിലിറ്റി ഓഫ് A ആണ്, വിച്ച് ഇംപ്ലൈസ് പ്രോബബിലിറ്റി ഓഫ് A ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് B. Okay, so this is a simple question.